അഡ്വാൻസ് തന്ന് ബുക്ക് ചെയ്ത നാടകത്തിന് നടി വരാത്ത കഥയാണല്ലോ പറയുന്നത്. 12 മണിക്കാണ് നാടകം കളിക്കേണ്ടത്. ഒരു 12:30 കഴിഞ്ഞപ്പോൾ നടി എത്തിയിട്ടില്ല. 12:30 കഴിഞ്ഞപ്പോൾ ഈ നാടകം ബുക്ക് ചെയ്ത സുരേന്ദ്രനും പ്രദേശവാസികളായ കുറച്ച് ആളുകളും ഒന്നിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ബാക്കി എല്ലാവരും മേക്കപ്പ് ചെയ്ത് കഥാപാത്രങ്ങളായിട്ടാണ് നിൽപ്പത്. നടി ഇങ്ങോട്ട് വരിക, സ്റ്റേജ് കയറാമെന്നുള്ള ഇതില്ല, നടി വരുന്നില്ല. അപ്പോൾ എന്താണ് വിശേഷം, ശിവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും മൂക്കറ്റം മദ്യപിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണല്ലോ, കുറ്റം പറയാൻ പറ്റില്ലല്ലോ, അന്നത്തെ ദിവസം അങ്ങനെയാണല്ലോ. സുരേന്ദ്രൻ മാത്രം ഒരു നോർമൽ മൈൻഡ്. അപ്പോൾ സുരേന്ദ്രൻ ചോദിച്ചു, വിജയേട്ടാ എന്താണ് സംഭവം പറയൂ, നിങ്ങൾ വരുമ്പോൾ കൂടെ വരേണ്ടതല്ലേ ആർട്ടിസ്റ്റ്, എന്താണ് കൂടെ? പെട്ടെന്ന് എൻ്റെ വായിൽ നിന്ന് ആദ്യത്തെ നുണ പൊട്ടി രക്ഷപ്പെടാൻ. നടിയുടെ അമ്മ പെട്ടെന്ന് കുഴഞ്ഞു വീണു. അവർ കുന്നംകുളത്തെ ഏതൊരു ആശുപത്രിയിലേക്ക് പെട്ടെന്ന് അവർക്ക് കൊണ്ടുപോകേണ്ടി വന്നു. അപ്പോൾ അമ്മയ്ക്ക് കൂടെ ഈ മകൾ പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ ICUവിലാണ് വിവരം കിട്ടിയിരുന്നു. അപ്പോൾ അത് അവിടുന്ന് എങ്ങനെ ഇങ്ങോട്ട് എത്താമെന്ന് വാക്കുകൊണ്ടാണ് ഞങ്ങൾ പുറപ്പെട്ടത്. അപ്പോൾ എന്തായാലും വരുന്ന ഉറപ്പാണ്. എന്തായാലും അമ്മയ്ക്ക് എന്താണ് സീരിയസ് ആയി വല്ലതും സംഭവിച്ച് കാണുമെന്ന് എനിക്കറിയില്ല എന്നൊരു കത്തിക്കലാണ് കത്തിച്ചു. കാരണം രക്ഷപ്പെടണ്ടേ, ഇതുകൊണ്ടൊന്നും പ്രശ്നത്തില്ല. അവർ മൗനമായി. പക്ഷേ കൂടെയുള്ള ചിലവരൊക്കെ അത് പറഞ്ഞിട്ടിപ്പോൾ ഞങ്ങളുടെ ശിവരാത്രി ആഘോഷിക്കാൻ വന്നിട്ട് ഞങ്ങളെന്താ നോക്കി നിൽക്കണോ, നിങ്ങളെ സൗന്ദര്യം കൊണ്ട് നിൽക്കണോ എന്നൊക്കെ ചിലവരിങ്ങനെ. ഇതിനിടയ്ക്ക് പുറത്ത് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ചില കൂക്ക് വിളിയൊക്കെ കേൾക്കാം. നാടകം സമയത്ത് തുടങ്ങിയില്ലെങ്കിലുള്ള കലാപരിപാടിയാണല്ലോ. തുടങ്ങാൻ ആളുകളെ അടിച്ച് പൊളിക്കാൻ അവൻ്റെ വണ്ടി സെറ്റൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാനൊരു ഷൊർണൂരിലെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, തീവ്ര കോൺഗ്രസ്സുകാരനാണ്. ഈ കോഴിപ്പാറ എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് CPMൻ്റെ മൃഗീയ ശക്തി കേന്ദ്രമാണ്. അപ്പോൾ അതിൽ സുരേന്ദ്രനെ പോലെ കുറച്ച് പേർ എന്നോട് സ്നേഹം കാണിച്ചാലും ഭൂരിപക്ഷം പേർക്കും ടൗണിൽ ഞാൻ CPMനെതിരെ തീവ്രമായി പ്രസംഗിക്കുന്നതും അവർക്കെതിരെ അനൗൺസ്മെൻറ്റുമായിട്ട് വളരെ കടുത്ത ഭാഷയിലൊക്കെ പോകുന്നതൊക്കെ കണ്ടിട്ടുള്ള ഒരു മുഖമാണ് എൻ്റെ. എന്നോട് ആ ഒരു വൈരയ്ക്ക് ഉള്ളിൽ എവിടെയെങ്കിലും കുറച്ച് പേർക്ക് ഉണ്ടാവുമല്ലോ, അതൊക്കെ അവരൊക്കെ തീർത്തു. വാചക കസരത്തിൽ അടിച്ച് പൊളിക്കണം, അവൻ്റെ നാടകം എന്നത്തോടെ നിർത്തും, മറ്റാണ് മറിച്ചാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അവസാനം രൂക്ഷമായ പ്രതിസന്ധി അയച്ചു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ വിളിച്ചു പറഞ്ഞു, ഇനിയിപ്പോൾ ഇന്ന് നാടകങ്ങൾ. അപ്പോഴേക്കും സമയം ഇങ്ങനെ പോകണം. സമയം 1 മണിയായി, 2 മണിയായി, 3 മണിയായി. ഞങ്ങളിങ്ങനെ ആകെ മൂഡ് ഓഫായി നിൽക്കുന്നുണ്ട്. നടിയെക്കുറിച്ച് വിവരം. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ കൂടെയുള്ള ഒരു സുഹൃത്തിൻ്റെ കെയർ ഓഫിലുള്ള ഒരു ജീപ്പിൽ സമിതിയിൽ ഒരാളെ കയറ്റി വിട്ടു. ഈ ആശുപത്രിയിലേക്ക് എന്ന് പറഞ്ഞാണ് വിടുന്നത്. സത്യത്തിൽ ഈ നാടകം കളിക്കുന്ന പട്ടാമ്പിയിലെ സ്ഥലത്തേക്കാണ്. അത് ഇവരോട് പറയാൻ പറ്റില്ല. അവനോട് മാത്രം രഹസ്യം പറഞ്ഞു. അവിടെ പോയി അവിടെ എന്താണ് സംഭവം ചോദിക്കുക. നടീനെ അവിടെ നാടകം കളിക്കാൻ വൈകുകയാണെങ്കിൽ നടിയെ പൊക്കിയെടുത്തിട്ട് വണ്ടിയിലിട്ടുണ്ട് കൊണ്ടുവരണം പറഞ്ഞു. അതിന് പറ്റിയ 2 ഗുണ്ടാ സ്റ്റൈലുള്ള ആളുകളെ തന്നെ വിട്ടു. പക്ഷേ അവിടെ ചെന്നപ്പോൾ പിന്നീട് അറിഞ്ഞ കാര്യം കേട്ടോ. അവിടെ ചെന്നപ്പോൾ അവിടെ കലാപരിപാടി 8 മണിക്ക് പ്രസംഗമൊക്കെ തുടങ്ങി. സകല നേതാക്കളൊക്കെ പ്രസംഗം തുടങ്ങി. കഴിഞ്ഞപ്പോഴേക്ക് 10 മണിയായി. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ കുട്ടികളുടെ ഡാൻസ് പരിപാടിയുണ്ട്. അപ്പോൾ അവിടുത്തെ ചില ആളുകളുടെ ചില കലാപരിപാടികൾ, മിമിക്രി, മോണാക്റ്റൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ അവിടെ നാടകം തുടങ്ങാൻ തന്നെ, സത്യം പറഞ്ഞാൽ നാടകം തുടങ്ങാൻ തന്നെ 2-2:30 ആയി എന്നുള്ളതാണ്. അപ്പോൾ കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് പോകണം അവിടെ ഇങ്ങനെ ആൾക്കാർ പൈസ കൊടുത്തു അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അത് പറ്റില്ല തീവണ്ടിക്കുക. അവസാനം ഈ നടീനെ അവർ ഒരു റൂമിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. അഥവാ ഇനി ആരെങ്കിലും വന്ന് ഏത് റൂമിലാണെന്ന് ഇവിടുന്ന് ചെന്നവർക്കും മനസ്സിലായില്ല. റൂമിലിട്ട് നടി അടച്ചു വെച്ചിരിക്കുക. എവിടെയാതെ അവർക്കല്ല, നടീനെ അവർ ഒഴിഞ്ഞൊരു വീട്ടിൽ കൊണ്ടുപോയി പൂട്ടി വെച്ചിരിക്കാൻ റൂം. നാടകം കളിച്ചിട്ട് പോയാൽ മതി എന്നാണ്. കാരണം അവർക്ക് അവരുടെ നാടകമാണ് വരുന്നത്. ഞങ്ങളിങ്ങനെ ബുക്ക് ചെയ്താൽ ഞങ്ങൾ നേരത്തെ കരാറ് പറഞ്ഞതെന്ന് അവർക്ക് വാക്കാൽ കരാറില്ലേ, അവർക്ക് ലംഘിക്കാമല്ലോ. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇവർ ചെന്ന് ഇവിടെ തീവ്രമായ മറ്റൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാണ്. ആ അവസ്ഥ കൂടി പറയണമെങ്കിൽ ഇപ്പോൾ തന്നെ 3.25 മിനിറ്റ് 4 മിനിറ്റിന് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒരു എപ്പിസോഡ് പ്ലീസ്. അതിൻ്റെ അവസാനം ക്ലൈമാക്സ് പറയുന്ന ഒരു എപ്പിസോഡ് ഈ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡും ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു.